നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്ന് നിൽക്കുവാണേ. നമ്മൾ കുറേ നാളായിട്ട് വരണം, കാണണം, നന്നായി എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൂമിയിലെ തന്നെ സ്വർഗരാജ്യം എന്ന് പറയുന്ന അറിയപ്പെടുന്ന സ്ഥലത്താണ്. എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാലും അതെവിടെയാ? സ്വിറ്റ്സർലൻഡിലാണ്. നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് നിൽക്കുന്നത്. നമുക്കൊരു ലോങ് വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ മൊത്തം കാണാനൊന്നും പറ്റത്തില്ലായിരിക്കും. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്, മെയിനായിട്ട് കുറച്ചിടത്തൊക്കെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും വി ആർ സോ എക്സൈറ്റഡ്. ഇവിടെ ഇപ്പോൾ ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ആൾക്കാരും എല്ലാവരും വളരെ ഇന്നലത്തെക്കാട്ടിലും ഭയങ്കര കുറവ് ആൾക്കാരായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സ്വിറ്റ്സർലൻഡ് മെയിൻലി നമ്മൾ കണ്ടു തുടങ്ങേണ്ട അവിടെ നിന്ന്. അതാണ് സ്വിറ്റ്സർലൻഡിന്റെ സ്റ്റാർട്ടിങ്. അവിടെ കണ്ടു തുടങ്ങിയിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇന്നലെയൊക്കെ പക്ഷെ ഞങ്ങൾ കവർ ചെയ്ത സ്ഥലങ്ങളെല്ലാം തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ നല്ല ഒഴിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം പോകാൻ കഴിയും, എവിടെയൊക്കെ നമുക്കിന്ന് വിസിറ്റ് ചെയ്യാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം സ്വിറ്റ്സർലൻഡ് എങ്ങനെയുണ്ടെന്ന്. സ്വിറ്റ്സർലൻഡിൽ വരുന്നവരെല്ലാം അവരുടെ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു മെയിൻ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത്. നമ്മൾ എടുത്ത ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 1 hour ജേണിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിലാണ് ഇന്ന് നമ്മുടെ യാത്ര. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായിരുന്നു. നമ്മുടെ യാത്ര കംഫർട്ടബിളും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. സ്വിറ്റ്സർലൻഡിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ സ്വന്തം റൈൻഫാൾ കാണാൻ. എന്നാൽ പിന്നെ ഇനി ഒട്ടും വൈകണ്ട, നമുക്ക് ടിക്കറ്റും എടുത്ത് റൈൻഫാളിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോയേക്കാം. നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ ആണ് റൈൻ ഫാൾസ്. സ്വിറ്റ്സർലൻഡിലെ നല്ല കേട്ടോ, യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾ ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം ഏകദേശം അത് പോകുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് റൈൻ ഫാൾസ് കാണാൻ കയറുന്നത്. ഒരാൾക്ക് 5 യൂറോയാണ് ടിക്കറ്റിനാകുന്നത്. യൂറോ അല്ലാതെ സ്വിറ്റ്സർലൻഡിൽ എന്തോ ഒരു കറൻസിയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയിക്കോളും. നമ്മുടെ ജർമ്മൻ കാർഡ് വെച്ച് നമ്മൾ പേ ചെയ്തേക്കുന്നത്. അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങള് റൈൻ ഫാൾസ് കാണാൻ പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റൈൻ ഫാൾസിലാണ്. റൈൻ ഫാൾസിന്റെ 2 സൈഡുണ്ട്. അതിൽ ഒരു സൈഡ് നോർത്തേൺ ബാങ്കും മറ്റേ സൈഡ് സൗത്തേൺ ബാങ്കുമാണ്. അപ്പം സൗത്തേൺ ബാങ്കിൽ നിൽക്കാൻ നേരം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വ്യൂ കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് പേ ചെയ്യണം. നോർത്തേൺ ബാങ്കിലാണ് ടിക്കറ്റ് പേ ഒന്നും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യൂവിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് കാണും. ഇതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് വ്യൂ ആണ്. ശരിക്കും നമ്മൾ റൈൻ ഫാൾസിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വന്നത് ഏറ്റവും മുകളിലായിരുന്നു. ഇനി താഴോട്ട് പോകുമ്പോൾ റൈൻ ഫാൾസിനെ തൊട്ടടുത്ത് നിന്ന് തൊട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം നമുക്ക് പലതരത്തിലുള്ള ബോട്ട് സർവീസ് ഉണ്ട്. 2-3 തരത്തിലുള്ള ബോട്ട് സർവീസ് ഉണ്ട്. അത് ചില ബോട്ട് സർവീസ് ഇതിന്റെ കീഴ് വരെ കൊണ്ട് നിർത്തി. വാട്ടർഫാളിന്റെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ റോക്ക് കണ്ടോ, ആ റോക്കിന്റെ ആ നടുക്ക് വരെ കൊണ്ട്
നിർത്തി അവിടെ കുറച്ച് നേരം നിർത്തി വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം ഈ ബോട്ട് തന്നെ തന്നെ ബാക്കിലോട്ട് അങ്ങ് പോകും. ഈ വെള്ളം വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ബോട്ട് കൊണ്ട് നിർത്തും. അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണെന്നാ ഇതൊക്കെ പറയാറ്. ഭയങ്കര ശക്തിക്കായി വെള്ളം ഒഴുകുന്നത്, ഭയങ്കരമായിട്ട് പതഞ്ഞാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ലെവല് താഴോട്ട് പോകും തോറും ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് ലെവൽ കൂടി വരികയായിരുന്നു. തൊട്ടടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ആകാംക്ഷ. കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു സൈഡിലേക്ക് വരാൻ വേണ്ടി ഒരു റെഡ് കളർ ബോട്ട് എടുക്കണമായിരുന്നു. അപ്പം അങ്ങനെ ആ ബോട്ട് എടുത്ത് ഇവിടെ വന്ന് ഈ ബാങ്കിൽ നിന്ന് നമുക്ക് മെയിനായിട്ടുള്ളൊരു ബോട്ട് സർവീസ് ഉണ്ട്, അതേ പോകണം. അപ്പം അതിൻ്റെ സമയം എത്ര മണിക്കാണ്? ഓരോ 15 മിനിറ്റ് ഇടവിട്ട് ബോട്ട് വരും. എനിക്ക് നമുക്ക് തോന്നുന്നു നമുക്ക് 11:46 അങ്ങനെന്തോ ആ സമയം പറഞ്ഞേക്കാം. അപ്പം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത ബോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം അത് അവിടെ ഇത് നോർത്തേൺ ബാങ്കും അത് സൗത്തേൺ ബാങ്കും. അങ്ങനെ നമുക്ക് പോകേണ്ട ബോട്ട് വന്നു. ഈ നമ്പർ 4 ആണ് നമുക്ക് കിട്ടിയ ബോട്ട്. ഒരു 15 മിനിറ്റ്സിന്റെ ട്രിപ്പായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്.
ബോട്ടിൽ കയറി ഇരിക്കുക. ബോട്ട് എടുക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. എല്ലാവരെയും കയറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എന്നിട്ട് 15 മിനിറ്റ് നമ്മുടെ ഈ റൈൻഫാളിനകത്തൂടെ അവർ റൗണ്ട് ട്രിപ്പ് നടത്തും. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമല്ലോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബോട്ട് ജേർണിയൊക്കെ തുടങ്ങി. നമ്മളിപ്പം അതിനടുത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങ് കാണുന്ന നേരത്ത് നമ്മൾ ഈ ബോട്ട് കയറിയ സ്ഥലം, ആ ചുമന്ന ബോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന, നോർത്ത് ബാങ്കിൽ നിന്ന് സൗത്ത് ബാങ്കിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ബോട്ട്. മാക്സിമം അതിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി എന്നിട്ട് അവിടെ ആൾക്കാർ ഇറക്കും. എന്നിട്ട് ഈ പാറയുടെ മണ്ണയ്ക്കോട്ടൊക്കെ അത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പാണ്. നല്ല ക്ലിയർ ഉള്ളൂ. ഈ 15 മിനിറ്റ്സിൻ്റെ റൗണ്ട് ട്രിപ്പിന് 16 യൂറോസ് ആയിരുന്നു ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ റൈൻ ഫാൾസ് വിശേഷങ്ങൾ. ബൈ ബൈ.